എന്ന് പറഞ്ഞിങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റും ഇല്ലാതെ നടക്കുന്ന പുരുഷന്മാരെ ഒരു സ്ത്രീക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പുരുഷൻ്റെ ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ അവൾ മാനദണ്ഡമായി അളക്കുന്നത് പുരുഷൻ്റെ സ്വഭാവവും. അപ്പം അങ്ങനെ വരുന്ന പുരുഷന്മാർക്ക് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നാതെ വരും. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരോടുള്ള എൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, കേരളത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാനില്ല എന്ന് നമ്മൾ എല്ലാ വാർത്താമാധ്യമങ്ങളിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ അതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ദൗർലഭ്യം ഈ പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകുന്നത്? കാരണം എന്താണ്? പണ്ടത്തെ സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കാണിച്ചു തരുന്ന പുരുഷന്, അതല്ലെങ്കിൽ ആങ്ങളമാർ കാണിച്ചു തരുന്ന ഒരു പുരുഷനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നു. എല്ലാവരെയും അനുസരിച്ച് ആ വ്യക്തിയോടൊപ്പം ജീവിതകാലം മുഴുവൻ എത്ര കഷ്ടപ്പാടാണെങ്കിലും, എന്തെല്ലാം ദാരിദ്ര്യമാണെങ്കിലും, എന്തെല്ലാം പീഡനങ്ങളാണെങ്കിലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചു പോകാനുള്ളൊരു മനസ്സോടു കൂടിയാണ് അന്യപുരുഷൻ്റെ ഗൃഹത്തിലേക്ക് ഒരു സ്ത്രീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് സ്ത്രീകളുടെ ചിന്താഗതിയിൽ ആകെ മാറ്റം വന്നിരിക്കുന്നു. സ്ത്രീകൾ പുരോഗമനപരമായി ചിന്തിക്കാൻ തുടങ്ങി. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ പണം വേണം, അതോടൊപ്പം പങ്കാളി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന പങ്കാളിയായിരിക്കണം. നമ്മൾ എത്രത്തോളം വളർന്നിരിക്കുന്നു, നമ്മുടെ ചിന്താഗതിയും നമ്മുടെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഓരോ സ്ത്രീയും ഏത് തലത്തിലാണ് നിൽക്കുന്നത് ആ തലത്തിനനുസരിച്ച് ഉള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത ഇന്ന് എല്ലാ സ്ത്രീകൾക്കുമുണ്ട്. വിദ്യാഭ്യാസപരമായും തനിക്ക് തുല്യതയിൽ നിൽക്കുന്ന പുരുഷൻ വേണം. ജോലിയിലായാലും തന്നോടൊപ്പം തൻ്റേതായ അതേ ലെവലിൽ നിൽക്കുന്ന ഒരു പുരുഷൻ വേണം. സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും അത്തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പാകമാണ് ഇന്ന് ഓരോ സ്ത്രീകളുടെയും മൈൻഡ് എന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്ത്രീകളുടെ ഈ ചിന്തയിലുണ്ടായ വളർച്ച, അവരുടെ ജീവിത നിലവാരത്തിലുണ്ടായ വളർച്ച, ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാത്തതിൻ്റെ കാരണം. അവർക്ക് കോൺസെപ്റ്റ് ഉണ്ട്. അവർക്ക് വിദേശത്തേക്ക് പോകണം, പണം ഉണ്ടാക്കണം, പിന്നീടുള്ള ജീവിതം നല്ല രീതിയിൽ ജീവിക്കണം, കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ജീവിത നിലവാരം ഉണ്ടാകണം. അവർക്ക് കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു കോൺസെപ്റ്റോടു കൂടിയാണ് സ്ത്രീകൾ ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ 10-30 വയസ്സായിട്ടാണ് സ്ത്രീകൾ വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ കാരണം ജീവിതകാലം മുഴുവൻ കഴിയാനുള്ളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ തിരഞ്ഞെടുക്കാൻ എന്ന് സ്ത്രീകൾക്ക് ആ ഒരു ചിന്താശേഷി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാത്ത ഒരവസ്ഥ വരുന്നത്. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അവർക്ക് ഇത്തിരി സൗന്ദര്യം മതി, ബാഹ്യമായ സൗന്ദര്യം. അതെങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, ഒരു ജീവിത പങ്കാളിയെ കൂടെ വേണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡിലുള്ള പുരുഷന്മാരെയാണ് കൂടുതൽ ഭാഗവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, അല്ലെ +2 കഴിഞ്ഞു, ഏതെങ്കിലുമൊക്കെ ജോലിക്ക് പോയി എവിടെയെങ്കിലുമൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് അങ്ങനെയൊന്നങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു ധാരണയുള്ള പുരുഷന്മാർക്ക് ഇനി വരും കാലങ്ങളിൽ കേരളത്തിൽ പെണ്ണ് കിട്ടാൻ പോണില്ല. പുരുഷൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരണം. ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം. പുരുഷൻ വിദ്യാഭ്യാസപരമായും മുന്നോട്ട് കുതിക്കണം. അങ്ങനെയുള്ള പുരുഷന്മാർക്ക് മാത്രമേ നല്ലൊരു ലെവലിലുള്ള ഒരു പങ്കാളിയെ ഇന്ന് കേരളത്തിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പുരുഷന്മാർ സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ ചിന്താഗതിയിലും നിങ്ങളുടെ പ്രവൃത്തിയിലും ഉയർച്ചയുണ്ടാവട്ടെ. ഈ പുരുഷന്മാരൊന്നും മനസ്സിലാക്കിയിരിക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അത് ഏതൊരു സ്ത്രീകളാണെങ്കിലും, അവർക്ക് പുരുഷൻ്റെ ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ അവൾ മാനദണ്ഡമായി അളക്കുന്നത് പുരുഷൻ്റെ സ്വഭാവവും പ്രവൃത്തിയും പുരുഷൻ്റെ ചിന്താഗതിയും പുരുഷൻ്റെ നോളജും എത്രത്തോളം ഉണ്ട് എന്നതിനെ ആസ്പദമാക്കിയാണ് ഓരോ സ്ത്രീയും ഒരു ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കള്ളും കുടിച്ച്, അതല്ലെങ്കിൽ മൂക്കിപ്പൊടിയും വലിച്ച്, അതുമല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി, താടിയൊക്കെ നീട്ടി വളർത്തി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോകാം, ഇതാണ് എൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞിങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റും ഇല്ലാതെ നടക്കുന്ന പുരുഷന്മാരെ ഒരു സ്ത്രീക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ ഒരു പുരുഷനും കഴിയണം. ഇരുന്ന് പറഞ്ഞപ്പം കാക്ക വല്ലാതെ ചെലക്കുന്നുണ്ട്. അപ്പോൾ കാക്കയുടെ സൗണ്ട് കാരണം ഞാൻ അകത്തേക്ക് കയറിയതാണ്. എനിക്കെന്തായാലും പറഞ്ഞു തീർന്നതിൻ്റെ ബാക്കി പറയാതിരിക്കാനും വയ്യ. സോഷ്യൽ മീഡിയയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, അവൾ എന്നെ തേച്ചിട്ട് പോയി എന്ന് പുരുഷന്മാർ പറയുന്നത്. അവൾ എന്നെ തേച്ചിട്ട് പോയി എന്ന് പുരുഷന്മാർ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാകും, ഒരിക്കലും ആ പുരുഷൻ ആ സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവില്ല.
അങ്ങനെ ഒരു പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ആ പങ്കാളിയെക്കുറിച്ച് ഒരാളും മോശമായി സംസാരിക്കില്ല. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവര് എവിടെയാണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ, അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാൽ പോലും അവൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ, അല്ലെങ്കിൽ അവൻ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നാണ് ഓരോരുത്തരും വിചാരിക്കുന്നത്. നിങ്ങളിത് അഭിമാനത്തോടെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവും കേട്ടോ, നിങ്ങൾ ഒരിക്കലും അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്ന്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് അവർ തേച്ചിട്ട് പോയത്? നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ. കാരണം അവരുടെ കൺസെപ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അവരോട് പെരുമാറാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും സ്നേഹിക്കാനും ഒന്നും സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു ആളുടെ മനഃശാസ്ത്രം അനുസരിച്ച് അവരെ മനസ്സിലാക്കി സ്നേഹിക്കാനും അവരെ കെയർ ചെയ്യുവാനും അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് അതേ ഒരു ലെവലിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെയും ഒരു പെൺകുട്ടിയാണെങ്കിലും തേച്ചിട്ട് പോകില്ല, ഒരു ആൺകുട്ടിയാണെങ്കിലും തേച്ചിട്ട് പോകില്ല. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മളുടേതായ അതേ ലെവലിൽ അതേ സ്റ്റാറ്റസ് വേണം, വിദ്യാഭ്യാസം വേണം, വിവരം വേണം. എല്ലാറ്റിലും ഉപരി അതാണ്, വിവരം വേണം, ബോധം വേണം. പങ്കാളിയെ കാണുന്നതും ഒരു നല്ല കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം. ഇതിലെല്ലാം ഒരു ഈക്വാലിറ്റി വന്നാൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടാണെങ്കിലും ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോകാൻ തോന്നുകയുള്ളൂ. ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില പുരുഷന്മാർ ബാഹ്യ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയോട് വളരെയധികം അടുത്ത് കഴിയുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കുറവ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും സാമൂഹികപരമായി വിവരമില്ലായ്ക, ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് ചില പുരുഷന്മാർക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കും. അപ്പം അങ്ങനെ വരുന്ന പുരുഷന്മാർക്ക് ആ പെൺകുട്ടിയോട് ഇഷ്ടം തോന്നാതെ വരും. അപ്പോഴേ അവർ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ സ്നേഹിച്ച ഒരാൾ നമ്മളെ ഉപേക്ഷിക്കുകയോ നമ്മളെ തള്ളിപ്പറയുകയോ ചെയ്യുന്നുവെങ്കിൽ അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് നമ്മൾ ഉയർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക, എന്ന് സ്വയം മനസ്സിലാക്കി നമ്മൾ സ്നേഹിച്ച ആരും അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യാനോ നടക്കുകയല്ല വേണ്ടത്. ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് സാധിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോൾ എപ്പോഴും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ എപ്പോഴും നമ്മൾക്ക് മാച്ചാകുന്ന ആളാണോ എന്ന് മനസ്സിലാക്കി സ്നേഹിക്കുക. അത് സ്നേഹം വളരെ ആഴത്തിലായി കഴിയുമ്പോഴേക്കും ഈ ആളുടെ വ്യക്തിത്വം എൻ്റെ വ്യക്തിത്വത്തിന് എനിക്ക് മാച്ചല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കാതിരിക്കുക. അത് നിലനിർത്തിക്കൊണ്ട് പോയാൽ അവസാനം ഏതെങ്കിലും സൂയിസൈഡിലോ കൊലപാതകത്തിലോ അതല്ലെങ്കിൽ ഡിവോഴ്സിലോ ഒക്കെ ചെന്ന് അവസാനിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് ഗുഡ് ബൈ പറഞ്ഞ് പിരിയാൻ ശ്രമിക്കുക. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരോടുള്ള എൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിനും നമ്മളുടെ പ്രവൃത്തി മേഖലയിലായാലും നമ്മളുടെ ചിന്താശേഷിയിലായാലും നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിലായാലും ഏകദേശം നമ്മളോട് ഒപ്പം നിൽക്കുന്ന ഒരാളെ മാത്രം സെലക്ട് ചെയ്യുക. ബാഹ്യ സൗന്ദര്യം ഒന്നിനും ഒരു പരിഹാരമാവില്ല കേട്ടോ. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തീരുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ തുല്യതയിൽ നിൽക്കുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രം നിങ്ങൾ കണ്ടെത്തുക.